Assalamualaikum. Welcome back to my channel babyskitchen. തട്ടുകടയിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന പഴംപൊരി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയല്ലേ? അപ്പോൾ നമുക്കിന്ന് തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന നാടൻ പഴംപൊരിയുടെ റെസിപ്പി അതേ രുചിയിൽ തന്നെ വീട്ടിലുണ്ടാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനു മുമ്പ് ബേബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്കൊരു 6 മണിക്കൂർ മുന്നേ തന്നെ മാവ് ഒന്ന് റെഡിയാക്കി വെക്കണം. അതിനുവേണ്ടി മാവ് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം മൈദയാണ് ഞാൻ എടുക്കുന്നത്. ഇതുപോലെയുള്ള ഒരു കപ്പ് അളവിൽ 2.5 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ടുണ്ട്. മധുരമൊക്കെ ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നേരിയ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് കൈവച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്യുമ്പോൾ കൈവച്ചിട്ട് ഒരു 3 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. വെള്ളം ചേർക്കുന്നത് മാവ് ഈ പരുവത്തിലാവുന്നത് വരെ കുറേശ്ശെ ഒഴിച്ച് നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തട്ടുകടയിലൊക്കെ കിട്ടുന്ന പഴംപൊരിക്ക് ഒരു നല്ല മഞ്ഞ കളറായിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി നമുക്കിതിലേക്ക് കുറച്ച് യെല്ലോ കളർ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 5 ഡ്രോപ്സ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ യെല്ലോ കളർ ഇല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിത് മാവ് ഒരു 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇങ്ങനെ പഴം പൊരിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും നല്ലത് മാവ് രാവിലെ തന്നെ തയ്യാറാക്കി വെക്കാൻ നോക്കുക. അപ്പോൾ വൈകിട്ടെടുത്ത് പൊരിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് തന്നെ പഴംപൊരി വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴുത്തിട്ടുള്ള ഒരു 5 പഴമാണ് എടുത്തിട്ടുള്ളത്. പഴം പൊരിക്കുമ്പോൾ അധികം പഴുത്ത് ഉടഞ്ഞിട്ടുള്ള പഴമല്ലാത്ത എന്നാലും അത്യാവശ്യം പഴുത്തിട്ടുള്ള പഴം തന്നെ നോക്കിയെടുക്കുക. ഇത് 1 കിലോ പഴമാണ്. ഇനി ഞാൻ ഇതേ രീതിയിൽ നീളത്തിൽ കനം കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ തട്ടുകടയിൽ നിന്നൊക്കെ പഴംപൊരി കിട്ടുമ്പോൾ ഇതേപോലെ നീളത്തിലുള്ള പഴംപൊരിയാണല്ലോ കിട്ടുക. അതുകൊണ്ട് തന്നെ ഞാനും ഈ രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 6 മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴം പൊരിക്കാൻ തുടങ്ങാം. നീളത്തിൽ കട്ട് ചെയ്ത് വെച്ച പഴം ഞാൻ ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ മാവിൽ പഴമൊക്കെ നന്നായിട്ടൊന്ന് മുക്കി വെക്കാം. ഇനി നമുക്ക് പഴം പൊരിക്കാനുള്ള ചട്ടി വെക്കാം. ഇതിലേക്ക് ഓയിലാണ് ഞാൻ പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. ഓയിലിൽ പഴം പൊരിക്കുമ്പോഴാണ് നമുക്ക് തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന അതേപോലെയുള്ള പഴംപൊരി ആവുന്നത്. വെളിച്ചെണ്ണയിൽ പഴം പൊരിക്കുമ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് പഴം പൊരിയിൽ പിടിക്കും. അതുകൊണ്ട് തന്നെ ഓയിൽ ഉപയോഗിച്ച് എന്തായാലും പൊരിക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മാവിൽ മുക്കി വെച്ചിരിക്കുന്ന പഴം ഇതിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കട്ടോ, നമ്മൾ പൊരിക്കാനെടുക്കുന്ന ചട്ടി ഇതുപോലെയൊന്ന് കുഴിഞ്ഞിട്ടുള്ള ചട്ടി തന്നെ നോക്കിയെടുക്കുക. അപ്പോഴാണ് പഴംപൊരി നന്നായിട്ട് എണ്ണയിൽ മുങ്ങിയിട്ട് പൊങ്ങി വരുള്ളൂ കേട്ടോ. ഈ ഒരു പഴംപൊരിയുടെ കൂട്ട് എനിക്ക് തട്ടുകടയിൽ നിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ. ഞാൻ പഴംപൊരി കഴിച്ചപ്പോൾ അവരോട് ചോദിച്ചു ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു തന്ന ഒരു രീതിയിലാണ് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ഇതുപോലെ ചെയ്തെടുത്തത്. അപ്പോൾ എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് അങ്ങനെ ചെയ്തതാണ്. എണ്ണയിലേക്ക് ഇട്ട് ഇത് നന്നായിട്ട് പൊങ്ങി വന്നാൽ നമുക്ക് തിരിച്ചിട്ട് വേഗം തന്നെ കോരിയെടുക്കാം. അങ്ങനെ വീണ്ടും പഴം ഇട്ട് കൊടുത്ത് ഇതുപോലെ തന്നെ തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന അതേ രുചിയിലുള്ള ഉൾഭാഗമൊക്കെ സോഫ്റ്റും പുറം കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ബേബീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.